ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളൊരു കുട്ടി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കും നമ്മുടെ അണ്ടിപ്പരിപ്പില്ലേ, അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് അത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു അരിപ്പ വെച്ചതിന് ശേഷം 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി മൈദ നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിനകത്ത് അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വലിയ പാത്രം എടുക്കണം, ഇല്ലേ പുറത്തൊക്കെ പോകുവേ. അപ്പോൾ മൈദ ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് തിളച്ച ഓയിലാണ് ആവശ്യമേ. ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ തിളച്ച ഓയിലും അതുപോലെ 1 ടേബിൾ സ്പൂൺ തിളച്ച നെയ്യും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ടാണ് ചേർത്തേക്കുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിങ്ങനെ കയ്യിലിങ്ങനെ മുറുക്കെ പിടിക്കുമ്പോൾ അതായത് പൊട്ടിപ്പോകാതിരിക്കുന്ന ആ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. ഇനി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകത്തിന് പകരം നിങ്ങൾക്ക് കറുത്ത എള്ള് വേണേലും ഉപയോഗിക്കാവേ. ഇനി നമുക്ക് കുറേശ്ശെ സാധാ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുകയില്ലേ, ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു 5-10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അപ്പം തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ചപ്പാത്തി പലകയിലേക്ക് മാറ്റിയിട്ട് ഓയിൽ തടവിയിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൊടി ചേർക്കണ്ട കേട്ടോ, ഇതുപോലെ ഓയിൽ ചേർത്ത് തന്നെ പരത്തിയെടുക്കണേ. നിങ്ങൾ പരത്തിയെടുക്കുമ്പോൾ അധികം കട്ടി കൂടി പോകരുത്, അധികം കട്ടി കുറഞ്ഞും പോകരുത് കേട്ടോ. നമ്മൾ ഓയിലിട്ട് തിളച്ച് ഇതാകുമ്പോഴത്തേക്കും അതൊന്നും നല്ല കട്ടി ഉണ്ടാവണല്ലോ, നല്ല അകത്ത് ആ ഒരു നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ഇത് വരുള്ളൂ. അപ്പോൾ അധികം കട്ടി കുറഞ്ഞ് പോകാതെ നമുക്കതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു അടപ്പ് വേണം. അതായത് നമുക്കത് അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു സൈസിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ഒരു ഇതിൽ വേണം. അതായത് അടപ്പെടുക്കുമ്പോൾ അത് ഫുള്ളും ആ മാവിലോട്ട് മുക്കാതെ അതിൻ്റെ ഒരു സൈഡ് കൊണ്ട് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോഴാണ് അണ്ടി പരിപ്പിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടുന്നത്. ബാക്കിയെല്ലാം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പ്ലേറ്റ് നിറച്ചും അതുപോലെ ഒരു ചെറിയ പ്ലേറ്റ് നിറച്ചും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് മാവ് കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ചട്ടി വെച്ച് കൊടുക്കാം. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് എണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ചൂടായിട്ട് ഇതുപോലെ ഓരോന്നിട്ട് വറുത്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാനേ. നമുക്കിങ്ങനെ തന്നെ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് ഞാൻ കുറച്ചേ ഇട്ടാക്കിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സ്വീറ്റൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ ഒരു എരിവില്ലാത്ത നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. കുട്ടികളൊക്കെ കഴിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണല്ലോ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ ആ ഒരു ഇത് ടേസ്റ്റും ആ ഭംഗിയൊക്കെ വരുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ നമ്മുടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അകത്തൊക്കെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സ് തന്നെയാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് വറുത്ത് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.